ഡൽഹിയിൽ വെള്ളിയാഴ്ച വൈകുന്നേരം മുതൽ തുടരുന്ന ശക്തമായ പൊടിക്കാറ്റിൽ വ്യാപക നാശനഷ്ടം. പൊടിക്കാറ്റിനെ തുടർന്ന് അതിശക്തമായ മഴയും ലഭിച്ചു. പൊടിക്കാറ്റിലും മഴയിലും ഗതാഗതം താറുമാറായി. കത്തുന്ന ചൂടിൽ നിന്ന് കാറ്റും മഴയും അല്പം ആശ്വാസം നൽകിയെങ്കിലും മേഖലയിൽ വലിയ നാശനഷ്ടമാണ് ഉണ്ടായത്. കാറ്റിനെ തുടർന്ന് വ്യോമഗതാഗതവും താറുമാറായി. 200 വിമാനങ്ങൾ വൈകി. 50ഓളം വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു. ഇതോടെ വിമാനത്താവളത്തിൽ തിക്കും തിരക്കും രൂക്ഷമായി. അപ്രതീക്ഷിതമായി വിമാനങ്ങൾ വൈകിയതോടെ മണിക്കൂറുകളോളം യാത്രക്കാർ വിമാനത്താവളത്തിൽ കുടുങ്ങി. യാത്രക്കാർ തങ്ങളുടെ ദുരിതം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു. അസൗകര്യത്തിൽ ഖേദം പ്രകടിപ്പിച്ച് വിമാന കമ്പനികളും രംഗത്ത് വന്നു. ശനിയാഴ്ചയും കാലാവസ്ഥാ വകുപ്പ് മഴയും കാറ്റും പ്രവചിച്ചിട്ടുണ്ട്. കനത്ത കാറ്റിലും മഴയിലും പലയിടത്തും മരങ്ങൾ നിലം പതിച്ചു. വടക്കൻ ഡൽഹിയിൽ ഭാഗികമായി വൈദ്യുതിയും മുടങ്ങി. വൈദ്യുതി ലൈനുകൾ തകർന്നു വീണ് ഗതാഗത തടസ്സവും ഉണ്ടായി. ഡൽഹിയിൽ വെള്ളിയാഴ്ച 35.8 ഡിഗ്രി സെൽഷ്യസ് കൂടിയ താപനിലയാണ് രേഖപ്പെടുത്തിയത്. വ്യാഴാഴ്ച 39.6 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു കൂടിയ താപനില. ഈർപ്പം 69-നും 61% ഇടയിലാണ് രേഖപ്പെടുത്തിയത്. മഴയെ തുടർന്ന് നഗരത്തിലെ വായുവിൻ്റെ ഗുണനിലവാരം അല്പം മെച്ചപ്പെട്ടു. വൈകുന്നേരം 4 മണിക്ക് വായു ഗുണനിലവാരം മോശം വിഭാഗത്തിൽ നിന്ന് മിതമായ വിഭാഗത്തിലേക്ക് മാറി. പകൽ മുഴുവൻ ഇടിമിന്നലിന് സാധ്യതയുള്ളതിനാൽ കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്.